ഈ കാലഭൈരവൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത് ഒറ്റക്കല്ല് തീർത്ത വിഗ്രഹമാണ്. ഇത് രാമേശ്വരത്തിനടുത്തുള്ള ഉത്തര കോശ മങ്കൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആ ക്ഷേത്രത്തിന് സമീപത്തുള്ള പാരമ്പര്യ ശില്പികളാണ് ഈ ബിംബം പണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 10 കൈകളുണ്ട്. ഒറ്റക്കല്ല് തീർത്തതാണ്. പകൽ വെയിലത്ത് നോക്കിയ മരതക പച്ച പോലെ എന്ന കൃഷ്ണശിലയാണ് ഈ വിഗ്രഹം. ഒരുപാട് നിർമ്മാണ പ്രവൃത്തികൾ ചെയ്ത്, കാരണം ഇത് പെട്ടെന്നൊന്നും ഒറ്റക്കല്ല് ഇത് കൊത്തിയെടുക്കാൻ പറ്റില്ല. ഇതിനെ ശിവൻ്റെ സഹസ്ര നാമത്തിൽ പറയുന്ന 1000 നാമങ്ങളുടെയും അഷ്ടഭൈരവന്മാരുടെയും അതേപോലുള്ള ഈ 64 കലകളും എല്ലാം അടങ്ങിയിരിക്കുന്ന സർവശക്തി ചൈതന്യങ്ങളോട് കൂടിയ ഒരു വിഗ്രഹമാണ്. ലോകത്ത് ഇതുവരേക്കും ഇങ്ങനെയുള്ളൊരു പ്രതിഷ്ഠാവിധാനത്തുള്ള വിഗ്രഹം ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം മന്ത്രവും തന്ത്രവും ഒക്കെ അറിയാവുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ധ്യാന മൂല മന്ത്രങ്ങളിൽ ഒരു ദേവകല നല്ല രീതിയിലാക്കി തീർക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു വിശേഷമായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും കയറി പൂജിക്കാവുന്ന തരത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ. താന്ത്രികമായിട്ടും മാന്ത്രികമായിട്ടും കൗളമായിട്ടും ഉള്ള ആചാരങ്ങളുള്ള അനുഷ്ഠാനങ്ങളുണ്ട്. എല്ലാ അമാവാസി തോറും രാവിലെ മുതൽ ഗണപതി ഹോമം, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് കാല ഭൈരവ പൂജകളും അതേപോലെ സർപ്പപൂജകളൊക്കെ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, തേന്, കരിക്ക് മുതലായിരിക്കുന്ന ദ്രവ്യാഭിഷേകങ്ങളും അത് പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ദീപ ആരതി മുതലായിരിക്കുന്ന എല്ലാ കർമ്മങ്ങളോടുകൂടി സാധാരണ എല്ലാ അമാവാസിക്കും പൂജിച്ചു വരുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ അമ്പലം തുറന്നിരിക്കും. അന്നത്തെ ദിവസം ഏതൊരു ഭക്തനും എല്ലാ തരത്തിലുള്ള രോഗ ദുരിതങ്ങളും നഷ്ടങ്ങളും വിഷമതകളും മാറിക്കിട്ടുന്ന ഈ ക്ഷേത്ര ദർശനം കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇത്തരത്തിലുള്ള 10 കൈകളോട് കൂടിയ ഒരു കാലഭൈരവനെ ഭാരതത്തിലെങ്ങും ദർശിക്കാൻ പറ്റില്ല. കാരണം 4 കൈ 2 കൈയൊക്കെ ഉള്ള വിഗ്രഹങ്ങളാണ് സാധാരണ ഉള്ളത്. ഇത് ഒറ്റക്കല്ലിൽ ഇത്രയും ധ്യാന മൂല മന്ത്രങ്ങൾ തന്ത്രത്തിൻ്റെയും മന്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ്. കൂടാതെ കാശി, രാമേശ്വരം, കൈലാസം മുതലായിരിക്കുന്ന എല്ലാ പുണ്യ സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന മണ്ണ് ഈ പ്രതിഷ്ഠയ്ക്കകത്തുണ്ട്. കല്ലുകളുണ്ട്. തീർത്ഥം സപ്തനദികൾ ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി ഇങ്ങനെയുള്ള സമുദ്രങ്ങളിൽ നിന്ന് കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുള്ള ബിംബ ചൈതന്യമുണ്ട്. ദിവ്യാഭിഷേകങ്ങളെ കൊണ്ട് സാധാരണ ഒരു അമ്പലത്തിൽ കലശം നടത്തുന്നത് വർഷത്തിലൊരിക്കൽ ഒരു തന്ത്രി വന്ന് കലശം നടത്തി. ഇവിടെ എല്ലാ മാസങ്ങളിലും നമുക്ക് സഹസ്ര കലശങ്ങൾ വരെ നടത്തിപ്പോരുന്നുണ്ട്. അപ്പം ഓരോ കലശം നടത്തുമ്പോൾ ഒരു വർഷത്തിൻ്റെ ഫലമാണ് ഒരു കലശത്തിന് കിട്ടണമെങ്കിൽ ഒരു ദിവസം നടത്തുന്ന സഹസ്ര കലശം 1000 വർഷങ്ങൾ ചെയ്ത പൂജയുടെ പുണ്യമായിട്ടാണത് കണക്കാക്കുന്നത്. പിന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് വരുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുന്നത്. ചെറിയ കാലഭൈരവൻ ഇവിടെ ഉണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള കാലഭൈരവനുണ്ട്. അപ്പോൾ ആ കാലഭൈരവനിൽ തന്നെ നമ്മൾ പൂജകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശിവൻ്റെ സർവശക്തി സ്വരൂപങ്ങളും ഉള്ള ഒരു ഭൈരവസ്വാമിയെ പ്രതിഷ്ഠിക്കണമെന്ന് മാന്ത്രികന്മാരും താന്ത്രികന്മാരുമായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ആധുനികമായിട്ട് ചിന്തിച്ചു. അങ്ങനെ ഒറ്റക്കല്ലിൽ 10 കൈകളോട് കൂടിയ ശിവ സഹസ്ര നാമത്തിൽ പറയുന്ന 1000 ധ്യാന മൂല മന്ത്രങ്ങളും അതേപോലെ അഷ്ടഭൈരവന്മാരുണ്ട്. അഷ്ടഭൈരവന്മാരുടെ ശക്തി ചൈതന്യങ്ങളും 64 കലകളുണ്ട്. തന്ത്രാദികളിലും അങ്ങനെ നൃത്ത കലകളിലൊക്കെ ആ 64 കലകളും അടങ്ങിയിരിക്കുന്ന ലോകത്ത് ഇതുവരെയ്ക്കും ഇല്ലാത്ത ഇത്തരത്തിലുള്ളൊരു പ്രതിഷ്ഠ എങ്ങും കാണാൻ പറ്റില്ല. കാലഭൈരവ ക്ഷേത്രം ധാരാളം ഉണ്ടെങ്കിലും 4 കൈകളോ 2 കൈകളോ ഉള്ളതാണ്. ഇത് 10 കൈകളുള്ള 9 അടി പൊക്കത്തോടു കൂടിയ ശിവൻ്റെ സർവ സകാര രൂപ ഭാവങ്ങളും അടങ്ങിയിരിക്കുന്ന ശക്തി ചൈതന്യമാണ് ഈ പ്രതിഷ്ഠയ്ക്കുള്ളത്. കൂടാതെ എല്ലാ ദൈവങ്ങളും ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, ഹനുമാൻ സ്വാമിയുണ്ട്, നവഗ്രഹങ്ങളുണ്ട്. ആ 4 വേദങ്ങളിൽ ഏറ്റവും പ്രകീർത്തിക്കപ്പെടുന്ന മന്ത്രമാണ് ഋഗ്വേദത്തിലെ ഗായത്രി മന്ത്രം. ഗായത്രി ദേവിയുണ്ട്. അതേപോലെ ഗണപതി ശാസ്താവ്, മുരുകൻ, ബ്രഹ്മാവ്, വിഷ്ണു ദശാവതാര ഭാവത്തിലും മറ്റ് പിതൃക്കളുടെ സാന്നിധ്യവും ഒക്കെ ഇവിടെ ഉണ്ട്. ചാത്തൻ സ്വാമിയുണ്ട്.
മാടസ്വാമിയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഏതൊക്കെ ശാപകോപദോഷ ദുരിതങ്ങളുണ്ടെങ്കിലും ആ ശാപകോപദോഷ ദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിഹാരങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്ന പാരമ്പര്യക്കാരുടെ ഒരു അമ്പലമാണ്. അങ്ങനെ താന്ത്രികപരമായിട്ടും മാന്ത്രികപരമായിട്ടും കൗളവപരമായിട്ടുള്ള ആചാരങ്ങളാണ് ഇവിടെ നടത്തി പോരുന്നത്. തന്ത്രികൾ വന്ന് കലശം നടത്തും, മന്ത്രവാദികൾ വന്ന് തന്ത്രാദികൾ നടത്തും. നിങ്ങളെപ്പോലുള്ള ഭക്തന്മാർക്ക് മന്ത്രം അറിഞ്ഞുകൂടാ, തന്ത്രം അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ദോഷ ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ജപങ്ങളും തപങ്ങളും ഒക്കെ നടത്തുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും കർമ്മിയുടെ പ്രാർത്ഥനയും തന്ത്രിയുടെ അനുഷ്ഠാനങ്ങളും കൊണ്ട് എല്ലാവിധ വിനകളും മാറും. പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ദേവശാപം, ബ്രാഹ്മണശാപം, സർപ്പശാപം, പിതൃശാപം, സ്ത്രീശാപം, മാതൃശാപം, ഭർത്തൃശാപം, മറ്റുള്ളവരുടെ ശാപകോപ ദുരിതങ്ങൾ. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല എങ്കിലും ഒരു ഉദ്യോഗസ്ഥനാകുമ്പോൾ ചിലപ്പോൾ ഒരു ബാങ്ക് മാനേജറാണെങ്കിൽ ചിലപ്പോൾ ജപ്തി നടപടിക്ക് വരെ പോകേണ്ടി വരും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു കള്ളനെയും മറ്റുള്ളവനെയും പിടിക്കേണ്ടി വരും. ഒരു ജഡ്ജാണെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ദോഷത്തിന് കോടതി വിധി അവന് അംഗീകരിക്കുന്ന തരത്തിലുള്ള ശിക്ഷ നടപടികൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ലതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ദുരിതത്തിലേക്ക് വഴി തെളിക്കാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ ദോഷങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടും. എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാ ദൈവങ്ങളെ കൊണ്ടും നമുക്ക് കിട്ടുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത.